പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപെടുത്തി രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീയെന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്കും എല്ലാവർക്കും അറിയാം. ഇന്ന് അല്പനേരം ചിന്തിക്കാൻ വേണ്ടി രൂത്തിന്റെ സ്വഭാവത്തെ പറ്റിയാണ് ആഗ്രഹിക്കുന്നത്. അതായത് നമുക്കറിയാം രൂത്ത് ആരായിരുന്നു, എങ്ങനെയുള്ള സ്ത്രീയാണെന്നെല്ലാം. പക്ഷേ രൂത്തിനെ പറ്റി 4-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ഒരു മോവാബി സ്ത്രീയും വിധവയുമായിരുന്നുവെന്ന്. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ച് ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മകളോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. പ്രീതി മക്കളെ നോക്കൂ, ഹല്ലേലൂയ. അതായത് മോവാബ് ദേശത്ത് ബേത്ലഹേമിൽ നിന്ന് കടന്നുപോയ നവോമിയുടെയും എലീമേലെക്കിന് 2 മക്കളായിരുന്നു, മകളോനും കില്യോനും. അവര് മോവാബി സ്ത്രീകളായ ഓർപ്പയെയും രൂത്തിനെയും വിവാഹം കഴിക്കുവാനിടയായി. മോവാബിൽ ചെന്ന് കുറച്ചുനാൾ പാർത്തപ്പോൾ, അതായത് എലീമേലേക്ക് മരിച്ചു. അത് കഴിഞ്ഞിട്ട് മകളോനും കില്യോനും മരിക്കുവാനിടയായി തീർന്നു. പിന്നീട് ഈ 3 സ്ത്രീകൾ മാത്രം ശേഷിച്ചു. എന്നിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഓർപ്പയായിരിക്കുന്ന മരുമകൾ നവോമി വിട്ടുപിരിഞ്ഞു. പക്ഷേ രൂത്ത് അമ്മായിയമ്മയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും 1-ാം അധ്യായം 14-ാം വാക്യത്തില് അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മ ചുംബിച്ചു പിരിഞ്ഞു, രൂത്ത് അവളോട് പറ്റി നിന്നു. ഹല്ലേലൂയ. രൂത്ത് പറ്റി നിന്നവളായിട്ട്, അമ്മായിയമ്മയോട് ചേർന്ന് നിന്നവളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 16-ഉം 17-ഉം വാക്യത്തിൽ ഒരു സ്ഥിരതയുള്ള ഒരു രൂത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. നോക്കൂ, ഹല്ലേലൂയ. ഓർപ്പ അമ്മായിയമ്മയെ വിട്ടുപിരിഞ്ഞെങ്കിലും ഈ രൂത്ത് അമ്മായിയമ്മയോട് ചേർന്ന് നിൽക്കുന്ന, അതായത് നവോമിയുടെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ രൂത്തിന് സാധിച്ചത് മൂലം നവോമിയെ വിട്ടുപിരിവാൻ ഈ രൂത്തിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. മോവാബി സ്ത്രീയായിരുന്ന രൂത്ത്, ഹല്ലേലൂയ, ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ അമ്മായിയമ്മയോട് ചേർന്ന് നിൽക്കുന്നതായിട്ട്, പറ്റി നിൽക്കുന്നതായിട്ട് കാണുന്നു. പിന്നീട് നമുക്ക് 1-ാം അധ്യായം കഴിയുമ്പോൾ വീണ്ടും അവര് ബേത്ലഹേമിൽ എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, ഇവൾ അമ്മായിയമ്മയും ഹല്ലേലൂയ മരുമകളും ബേത്ലഹേമിൽ ചെന്നതിന് ശേഷം ബോവസിന്റെ വയലിലേക്ക് ചെല്ലുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3-ാം അധ്യായം 11-ാം വാക്യത്തില് ഹല്ലേലൂയ കളങ്കമില്ലാത്ത ഹല്ലേലൂയ രൂത്തിനെയാണ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ രൂത്തിനോട് ബോവസ് പറയുന്നതായിട്ട്, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീയെന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. നമ്മൾ കുറുവാക്യവും ഇത് തന്നെയാണ് വായിച്ചത്. ഹല്ലേലൂയ. ഒരു മോവാബി സ്ത്രീയായ മകളെ ഒരു ഹല്ലേലൂയ ബോവസിന് മനസ്സിലാകണമെങ്കിൽ അവളുടെ സ്വഭാവം അല്ലെങ്കിൽ ഹല്ലേലൂയ അവളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും മനസ്സിലാകുവാൻ സാധിച്ചത്. ഇവിടെ പറയുന്നുണ്ട്, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലൂടെ, പ്രവൃത്തിയിലൂടെ യേശുവിൻ്റെ മക്കളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്കവണ്ണം നമ്മുടെ സ്വഭാവങ്ങൾ ഓരോന്നുമായി തീരണം, പ്രവൃത്തി ഓരോന്നുമായിരിക്കണം. ഹല്ലേലൂയ. 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇവള് അനുസരണമുള്ളവളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പറയുന്നുണ്ട്, അതിന് അവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. അമ്മായിയമ്മ എന്തി മരുമകളോട് പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് ഈ
രൂത്ത് പറയുകയാണ്. ഹല്ലേലൂയ. അതിന് മുന്നോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക, അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുതേ. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. നോക്കൂ, അതിനവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. ഒരമ്മായിയമ്മ മരുമകളോട് പറഞ്ഞത് അവൾ ചെയ്യാമെന്ന് അനുസരണയോടെ അവൾ കേട്ട്, ഹല്ലേലൂയ, അത് പ്രകാരം ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടതായ ബോവസിനെ, ഹല്ലേലൂയ, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായം 9-10 വാക്യത്തില്, അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത്, എലീമേലെക്കിനുള്ളതൊക്കെയും കില്യോനും മഗ്ലോനും ഉള്ളതൊക്കെ ഞാൻ നൊവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അത്രയുമല്ല, മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണവാതിൽക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മകളോന്റെ ഭാര്യ മോവാബി സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. ഹല്ലേലൂയ. ബോവസിനാൽ വീണ്ടെടുക്കപ്പെട്ട രൂത്തിനെയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 8-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, 8-ാമതായിട്ട്, യേശുവിന്റെ വംശാവലിയിൽ ഉൾപ്പെട്ട അന്യജാതിക്കാരിയെ നമുക്ക്, ഹല്ലേലൂയ, മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് നമുക്ക് പറഞ്ഞു വന്നപ്പോൾ മോവാബിയ സ്ത്രീ ആയിരിക്കുന്ന രൂത്തിനെ യേശുവിന്റെ വംശാവലി വരെ എത്തിക്കുവാൻ കഴിഞ്ഞു. പ്രിയ മക്കളെ, ഇവിടെ വായിക്കുന്നുണ്ട്, ശൽമോൻ രഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ദൈവമക്കളായി ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ പേരുകെട്ട കർത്താവിന്റെ മക്കളായി തന്നെ ജീവിക്കുന്നവരായിരിക്കണം. വെറുതെ ക്രിസ്ത്യാനി എന്ന പേര് പറഞ്ഞ് വെറുതെ നമ്മുടെ പേര്, ഹല്ലേലൂയ, ക്രിസ്ത്യാനിയായിട്ട് മാത്രം നിന്നാ പോരാ. ക്രിസ്തുവിന്റെ മക്കളായി തന്നെ ജീവിക്കുന്നവരായി തീരണം. കർത്താവിനെ ഉയർത്തുന്നവരായി, കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ആ, ഹല്ലേലൂയ, നിത്യതയുടെ പുസ്തകത്തിൽ നമുക്ക്, ഹല്ലേലൂയ, അപ്പന്റെ സന്നിധിയിൽ നമുക്ക് പേര് കാണുകയുള്ളൂ. അപ്പൻ വരുമ്പോൾ നമുക്കും ആ സന്നിധിയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയ മക്കളെ, ദിവസങ്ങളിൽ, ഹല്ലേലൂയ, രൂത്ത്, മോവാബി സ്ത്രീയായിരുന്ന രൂത്ത്, ഹല്ലേലൂയ, യേശുവിന്റെ വംശാവലിയെ കാണുവാൻ സാധിച്ചുവെങ്കിൽ, പ്രിയ മക്കളെ, നമുക്കും ഉറപ്പോടെ പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ വരവെങ്കിൽ ഞങ്ങളും കാണപ്പെടുവാൻ ഇടയാകണമേ. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ചാർച്ചക്കാരിൽ നിന്ന്, എൻ്റെ ബന്ധുക്കളിൽ നിന്ന് എല്ലാവരും നിത്യതയിൽ കാണുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ബോവസ് പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്കും എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒരു ദൈവ പൈതലായി നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ജീവിതങ്ങളെല്ലാവരും നാം പാർക്കുന്നിടത്ത്, നമ്മുടെ സഭയ്ക്ക്, കുടുംബത്തിന്, നമ്മുടെ ദേശത്തിന് നമ്മൾ, ഹല്ലേലൂയ, സാക്ഷിയായി തന്നെ തീരുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ്, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളാണെന്ന്, ഹല്ലേലൂയ, ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുവാൻ ദൈവമേ സഹായിക്കണമേ. കരങ്ങളിൽ തിരുന്നു പാർക്കുന്നിടത്ത് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.